സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് തുടങ്ങാം. കാരണം അയ്യപ്പ സംഗമം കേരളത്തെ ആകെ മാറ്റിയിരിക്കുന്നു. നവോത്ഥാനം അതിൽ പൊളിഞ്ഞ് തകർന്നടിഞ്ഞു വീണുപോയി. അപ്പൊ ഇനി അയ്യപ്പ സംഗമത്തിലൂടെ അതിനെ പുനർനിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് സ്വാമി ഭക്തൻ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി ഭക്തനാവുന്നതിന് എനിക്കൊരു വിരോധമില്ല, അത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമാണ്. ഒരാൾക്ക് ഭക്തിയും ദൈവവിശ്വാസം ഉണ്ടാകുന്നത് അയാളുടെ തീർത്തും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ അയാൾ മുഖ്യമന്ത്രി ആയിരിക്കുകയും അധികാരം ഉപയോഗിക്കുകയും ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമല്ല എന്നേ ഉള്ളൂ. അധികാര നിർവഹണത്തിൽ മതമോ ജാതിയോ ദൈവമോ വരാൻ പാടില്ല. വ്യക്തിപരമായി അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ നമുക്കൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ, വലിയ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ പലരുമായിട്ടുണ്ട്. വല്ലാതെ രോഗം പിടിക്കുമ്പോൾ, കടബാധ്യത വരുമ്പോൾ ഒക്കെ ദൈവവിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട്. അതിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാവാനോ തെറ്റാവാനോ സാധ്യതയുണ്ട്, എനിക്കറിയില്ല. ഏതായാലും അല്ല എന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ ഭക്തനല്ല എന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. പണ്ട് പറഞ്ഞതൊക്കെ എന്തോ കാര്യം എന്നാണ് പറഞ്ഞത്. ഏതായാലും അതിന്റെ ഫലമായി NSSഉം SNDPയും ഇപ്പോൾ ഇടത്തും വലത്തുമായി നിന്ന് കേരളത്തിലെ വിശ്വാസ സംരക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. നല്ല കാര്യം. NSS നേരത്തെ പ്രഖ്യാപിച്ചു, ഇപ്പോൾ SNDP അതിലേറെ ശക്തമായി പ്രഖ്യാപിച്ചു. നവോത്ഥാനം അതിൽ ഇരുന്നു കൊണ്ട് ആചാര സംരക്ഷണം നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹം മകനെ അപ്പുറത്തും താനിപ്പുറത്തും നിന്ന് രണ്ട് ഭരണങ്ങളെയും പിന്താങ്ങുക, രണ്ട് കിന്നും കിട്ടാവുന്ന കിട്ടുക. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ല. ഒരുപാട് കേസുകളുണ്ട്. മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും വേണമെങ്കിൽ പോലീസ് വിചാരിച്ചാൽ ജയിലിൽ പോവാം. അപ്പോ പിണറായിയെ ശരണം എന്ന് പറയില്ല, സ്വാമിയെ ശരണം എന്ന് പറയുന്ന പോലെ പിണറായിയെ ശരണം, മോഡിയെ ശരണം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അത് അവരുടെ രീതിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ തമാശ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ സജി ചെറിയാൻ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. അദ്ദേഹം സാംസ്കാരിക മന്ത്രി എന്ന് പറയുമ്പോൾ വാക്ക് തന്നെ ചിലപ്പോൾ തെറ്റിപ്പോകും, അതാണ് പ്രശ്നം. എന്തോ കടച്ചക്കറൊക്കെ ആവും, അതുപോട്ടെ. അദ്ദേഹം ഇപ്പോൾ പോയി അമൃതാനന്ദമയ്യെ, മാതാ അമൃതാനന്ദമയ്യെ ചുംബിക്കുകയും ഒക്കെ ചെയ്തു. അത് സദാചാര ചുംബനമാണ്, അല്ലാതെ മറ്റു രീതിയിലല്ല. അമ്മ എല്ലാവരെയും കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. അതും ഞാൻ കുറ്റം പറയില്ല, കാരണം അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന് പോകാം. പക്ഷെ വ്യക്തിപരമായി അല്ല അദ്ദേഹം പോയത്, കേരള ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം അവരുടെ പിറന്നാൾ ദിവസം അവർക്ക് കൊടുക്കാനാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കേരള ഗവൺമെന്റ് എപ്പോഴാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ആളായി അമൃതാനന്ദമയി അംഗീകരിച്ചിട്ടുള്ളത്? അമൃതാനന്ദമയിക്ക് അവരുടെ ആശ്രമം നടത്താം, അവരുടെ കാര്യങ്ങൾ ചെയ്യാം. ഒരു വിരോധത്തിൽ എത്രയോ സ്വാമിമാർ നല്ലവരും ചീത്തവരുമായി രാജ്യത്തുണ്ട്, അവർ നടത്തിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഒരു തെറ്റുമില്ല. പക്ഷെ കേരള സർക്കാർ, ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ഇങ്ങനെ ഒരു രേഖയുമായി അവിടെ പോകുമ്പോൾ അദ്ദേഹം പോയത് വ്യക്തിപരമല്ല, കേരള ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചാണ്. അപ്പൊ അതാണോ കേരള ഗവൺമെന്റ് നിലപാട്? ഇങ്ങനെ വരുമ്പോൾ കുറെ ചോദ്യങ്ങളുണ്ട്. അത് SNDPയുടെ കാര്യത്തിലുണ്ട്, അമൃതാനന്ദമയുടെ കാര്യത്തിലുമുണ്ട്. കാരണം SNDP യോഗത്തിനെതിരെ MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെയുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ കാര്യം നമ്മൾ മറന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുക. ഇനി അമൃതാനന്ദമയുടെ കാര്യത്തിലോ? ഞാൻ ഇന്ന് അമൃതാനന്ദമയുടെ സന്ദർശിച്ച വിഷയത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് ഇടതു സഹയാത്രികനും സിനിമ കലാകാരനുമായ പ്രിയനന്ദനാണ്. പ്രിയനന്ദൻ അതിശക്തമായാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്ത് പണിയാണ് ഈ ചെയ്യുന്നത്? ആൾ ദൈവത്തിന്റെ മുമ്പിൽ പോയി അവാർഡ് കൊടുക്കുക, അവരെ കെട്ടിപ്പിടിക്കുക, ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി പോയി ചെയ്യുക. ഇത് ശരിയല്ല, ഇത് വഞ്ചനയാണ് എന്നാണ് പ്രിയനന്ദൻ പറഞ്ഞത്. വഞ്ചനയാണെന്ന് പ്രിയനന്ദന് തോന്നാം. ഇനിയിപ്പോ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വേറൊരു കഥാപാത്രമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹം എന്താ പറയാന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഈ അമൃതാനന്ദമയിക്കും ആശ്രമത്തിനുമെതിരെ ഇനി പറയാത്ത വാക്കില്ല. അവിടെ ഒരു മരണം നടന്നതുമായി ബന്ധപ്പെട്ടും അവിടുന്ന് പോയ ഒരു ഓസ്ട്രേലിയയിലെ പെൺകുട്ടി, ഒരു സ്ത്രീ, അതിനെതിരെ പറഞ്ഞ സംബന്ധിച്ചും വലിയ ചർച്ചകളാണ് കൈരളി ചാനൽ നടത്തിയത്. അതൊക്കെ മാച്ചു കളയോ എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ അതുണ്ടാവും. അപ്പോ എന്താണ് ജോൺ ബ്രിട്ടാസ് പറയാൻ പോണേ? അത് പറഞ്ഞിട്ട് കാര്യം. ജോൺ ബ്രിട്ടാസ് പറയാൻ പോണെ എന്താ വെച്ചാൽ കാലം മാറി കോലം മാറി, അത്രേ ഉള്ളൂ. കാലം മാറി കോലം മാറി എന്ന് പറഞ്ഞാൽ അമൃതാനന്ദമയി ഇനിയിപ്പോ നമുക്ക് ദൈവമാണ്. 4 വോട്ടിന് വേണ്ടി ഏത് നാണംകെട്ട പണിക്കും പോകും എന്ന് പ്രഖ്യാപിക്കുന്ന ആളായി മുഖ്യമന്ത്രി മാറിയതെങ്ങനെയാണ്? പാർട്ടി മാറിയതെങ്ങനെയാണ്? വെള്ളാപ്പള്ളി നടേശനെതിരെയും അമൃതാനന്ദമയിക്കെതിരെയും പറഞ്ഞ കാര്യങ്ങൾ അതിലേറെ വിചിത്രമായി എനിക്ക് തോന്നിയത് അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്.
അദ്ദേഹം ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഭക്തൻ ആരാണ്. ഇനിയിപ്പോ തീവ്രതയുടെ മീറ്റർ പോലെ ഭക്തിയുടെ മീറ്ററും ഗവൺമെന്റ് ഉണ്ടാക്കുമോ കൊടുക്കുമോ എന്നറിയില്ല, അതിനുവേണ്ടി കമ്മിറ്റി വയ്ക്കുമോ എന്നറിയില്ല. ഓരോരുത്തരുടെയും ഭക്തി വന്ന് പരിശോധിക്കാൻ, ഇത്ര ഭക്തി, നിങ്ങൾക്ക് ഭക്തിയില്ല, ഇയാൾക്ക് ഭക്തിയുണ്ട് എന്ന് പറയാൻ ചെയ്യുമോ എന്നറിയില്ല. സത്യസന്ധമായ നിലപാടെടുക്കണ്ടേ. ഭക്തോമീറ്റർ ഇനി ഉണ്ടാവുമോ കേരളത്തിൽ? ആ ഭക്തോമീറ്റർ വെച്ച് ഓരോരുത്തരും ഭക്തി അളക്കാൻ അതിന് കൊണ്ടുവന്ന സാക്ഷ്യം ഭഗവത്ഗീതയാണ്. പാവം സുനിൽ പിള്ളയുടെ എന്തൊരു കഷ്ടം. എൻ്റെ നല്ല സുഹൃത്താണ്, അദ്ദേഹത്തിന് ഈ പ്രസംഗിക്കാൻ പറ്റുമോ? എന്താ കാര്യം? മഹാഭാരതവും രാമായണവും ഇങ്ങനെ വെള്ളം പോലെ അടിച്ച് മിനിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു കാരണവശാലും ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഭാഗമല്ല എന്ന് ഉറപ്പിച്ചു പറയുകയും പ്രക്ഷിപ്തമാണെന്നും അതിൽ ചേർത്തതാണെന്നും. എന്തിനാ ചേർത്തത്? ബ്രാഹ്മണി പ്രത്യയശാസ്ത്രം കൊണ്ടുവരുന്നതിന് വേണ്ടി മഹാഭാരതത്തിന്റെ ജയം എന്ന് പറയുന്ന ഒറിജിനലിൽ കൂട്ടിച്ചേർത്തതാണ് ഭഗവത്ഗീത എന്ന് നാട് നിങ്ങളെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുക. അതിലെ വരികൾ ബ്രാഹ്മണിക്കാണ്. അത് ഒരു കാലത്തും ജനകീയമായൊരു സംഗതിയല്ല, അത് സംഘപരിവാറിന്റെ സംഗതിയാണ്. ഇത് ഇപ്പൊ ഇനി മാറ്റി പറയൂ അറിയില്ല. ഭഗവത്ഗീത അദ്ദേഹത്തിന് ഇതൊക്കെ മാറ്റി പറയുന്ന ഞാൻ വിചാരിക്കണം, കാരണം മാറ്റി പറയാൻ നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ തന്നെ ചിലർ തുടങ്ങിയിട്ടുണ്ട്. ലെനിൻ ഒരു കുട്ടിയെ കാണാൻ പോയി, ഒരു രോഗിയായ കുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ അവസാനത്തെ ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ലെനിൻ പ്രാർത്ഥിച്ചു. അതുപോലെയാണോ പിണറായി വിജയൻ പോയി ഈ ഭഗവത്ഗീത ചൊല്ലിയത്? സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും മറ്റേ 10 വോട്ടിനും വേണ്ടിയിട്ട് ഭഗവത്ഗീത ചൊല്ലിയതും ലെനിൻ പോയി ഒരു കുട്ടിയുടെ അന്ത്യാഗ്രഹം എന്ന നിലയ്ക്ക് ഒരു പ്രാർത്ഥന ചൊല്ലിയതും ഒരുപോലെ കാണുന്ന വലിയ സംഘം ബുദ്ധിജീവികൾ കേരളത്തിലുണ്ട് കേട്ടോ. കാരണം അതൊക്കെ പിന്നെ വയറ്റിപ്പഴുപ്പിനുള്ളതാണ്. നേതാവ് തലകുത്തി എന്നാലും പറയും. ഒ.വി. വിജയന്റെ ധർമ്മപുരാണത്തിൽ പറയുന്നത് പോലെ നേതാവിന്റെ അമേദ്യത്തിന് പോലും സുഗന്ധമുണ്ട് എന്ന് പറയുന്ന, അതാണ് ധർമ്മപുരാണത്തിൽ പറയുന്നത്. നമ്മുടെ രാജാവിന്റെ അധോ വായു പോലും എന്തൊരു സുഗന്ധം എന്ന് പറയുന്ന തരത്തിലുള്ള കുറെ ആളുകളുണ്ട്. അവരെ നമുക്ക് വിടാം, പിന്നെ പറയല്ല എന്ന് വൃത്തിയില്ല. പക്ഷേ കേരള ജനത ഇത് കാണുന്നുണ്ട്. ഈ മലക്കം മറിച്ചിൽ കാണുന്നുണ്ട്. അമൃതാനന്ദമയിക്ക് ഒരു കുഴപ്പമില്ല, അവരവരുടെ പോലെ ജീവിച്ചോട്ടെ. ഭഗവത്ഗീതയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ 4 വോട്ടിന് വേണ്ടി, അതുകൊണ്ട് വോട്ട് കിട്ടുമെന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാൻ പറ്റും. ഈ മലക്കം മറിച്ചിൽ ഇവിടെ പ്രശ്നമുണ്ടാവുന്നത് കോൺഗ്രസിനേക്കാൾ പ്രശ്നമുണ്ടാവുന്ന BJPക്കാണ്. എന്താ കാര്യം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നിന്ന് BJPയിലേക്ക് ഒഴുകി, പ്രത്യേകിച്ച് പിന്നോക്ക ഹിന്ദു വോട്ടുകൾ. അതൊരു സത്യമാണ്. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ നോക്കി അറിയാം. അത് തിരുവനന്തപുരത്ത്, ആറ്റിങ്ങലില്, കൊല്ലത്ത്, ആലപ്പുഴയിൽ, കോട്ടയത്ത് ഒക്കെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വലിയ തോതിൽ പിന്നോക്ക ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോയി. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനൊക്കെ പല മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്ത് വന്നത്. വി മുരളീധരൻ ചില മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നത്. രാജീവ് ചന്ദ്രശേഖർ ചില മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നു. പല സ്ഥലത്തും അങ്ങനെ 11 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ആ വോട്ട് ഷിഫ്റ്റ് ഉണ്ടായത് തൃശ്ശൂർ ജയിച്ചതടക്കം. ആ വോട്ട് ഷിഫ്റ്റിന്റെ പ്രധാന കാരണക്കാർ CPM-നകത്തെ ഹിന്ദു വോട്ട് ബേസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അത് തിരിച്ചു പിടിച്ചാൽ ആർക്കാ നഷ്ടം? തിരിച്ചു പിടിച്ചാൽ BJPക്ക് നഷ്ടം. അപ്പൊ BJP അല്പം പറയും ഈ ഒരു നഷ്ടം അങ്ങ് സഹിക്കാം, നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. BJP പറയുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. BJPയും CPM-ഉം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ഒരു തവണ കൂടി പിണറായി വിജയനെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കണം. കാരണം ഇപ്പൊ നമുക്ക് വരാൻ പറ്റില്ല, നമുക്ക് കുറച്ച് സീറ്റ് ഇന്ന് മേടിച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ കോൺഗ്രസും UDF-ഉം തകരുകയും പിണറായി വിജയനും തകരുകയും പിണറായി വിജയന് വേണ്ടി കേസിൽ പെടുത്തി എന്തുകൊണ്ട് ചെയ്യാം? ഒറ്റ രാത്രി കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ പിണറായി വിജയൻ അവർക്ക്. കാരണം അത്രേ ഉള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഇത് കേരളത്തിൽ മാത്രമുള്ള വട്ടത്തിലുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനുമില്ല. അതും ചെയ്യാം. അതുകൊണ്ട് വളരെ കൃത്യമായ ആസൂത്രണം ചെയ്തതാണോ, ഇവർ തമ്മിൽ അന്തർധാരയാണോ, ഇതൊക്കെ വരാനിരിക്കുന്ന കാലം തെളിയിക്കേണ്ടതാണ്. 2024 BJPയിലേക്ക് ഒഴുകിയ CPM-ന്റെ വോട്ട് ബേസ് ഞാൻ അന്നും കണ്ടിട്ടുള്ള ഒരു കാര്യം. UDF-ൽ നിന്ന് LDF-ലേക്കോ LDF-ൽ നിന്ന് UDF-ലേക്കോ വോട്ട് പോകുന്ന പോലെയല്ല BJPക്ക് വോട്ട് പോകുന്നത്. അത് UDF-ൽ നിന്ന് പോയാലും LDF-ൽ നിന്ന് പോയാലും അത് തിരിച്ചു വരില്ല, പോയ പോക്കാം. അതുപോലെ തന്നെയാണ് സംഭവിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കോപ്രായം കൊണ്ടൊന്നും BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു വരുമോ? തിരിച്ചു വന്നാൽ അത് BJPയുടെ എല്ലാ മോഹങ്ങളും അവസാനിപ്പിക്കും. പിന്നെ 11 സ്ഥലത്ത് അവർ 1ാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ
ഒരു സ്ഥലത്ത് പോലും അവർ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും വരാൻ പോണില്ല കേരളത്തിൽ BJP. രാജീവ് ചന്ദ്രശേഖറും ജയിക്കാൻ പോണില്ല. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ CPM അന്തർധാര ഉണ്ടാവണം. ഒരു സംശയവും വേണ്ട. ഇത് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് നടക്കുന്നതെങ്കിൽ BJPക്ക് ക്ഷീണമാണ്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, BJPക്ക് ക്ഷീണമാണോ എന്നുള്ളത് ആ തർക്കത്തിലല്ല ഞാൻ പോകുന്നത്. ഞാനൊരു തെരഞ്ഞെടുപ്പായിട്ടല്ല ഒരു രാഷ്ട്രീയത്തെ കാണുന്നത്. കേരളത്തിലെ സമൂഹത്തിൽ പുരോഗമന ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് തള്ളിക്കൊടുത്ത് ഞങ്ങൾ ഇടതുപക്ഷമല്ല, ഞങ്ങൾ വലതുപക്ഷമാണെന്ന് പ്രഖ്യാപിക്കുക വഴി ദീർഘകാലത്ത് BJPക്ക് ഗുണമുണ്ടാവുമെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ദീർഘകാല അടിസ്ഥാനത്തിൽ ആണ് BJP കളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട, തൽക്കാലം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ പോലും വലതുപക്ഷവൽക്കരിക്കപ്പെട്ട മനസ്സ് ഏത് നിമിഷവും മറുകണ്ഠം ചാടാം, BJPയുടെ ശക്തിയായി മാറാം. CPMന്റെ ഹിന്ദു വോട്ട് ബേസ് ഇല്ല എങ്കിൽ ഒരിക്കലും BJPക്ക് കേരളത്തിൽ വളരാൻ പറ്റില്ല. കാരണം ബാക്കി ന്യൂനപക്ഷങ്ങളാണ്, അവരുടെ ഇടയിലേക്ക് അത്ര എളുപ്പമൊന്നും ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് BJPയുടെ ഗെയിമാണോ CPMന്റെ ഗെയിമാണോ അതോ രണ്ടുപേരും ചേർന്നുള്ള ഗെയിമാണോ, ഒരാൾക്ക് താൽക്കാലിക ഗുണം ഉണ്ടാവുക വേറെ ആൾക്ക് ലോങ് ടേമിൽ ഗുണമുണ്ടാവുക എന്ന ഗെയിമാണോ എന്നൊക്കെ ചരിത്രമാണ് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്. ഏതായാലും അത് വരും കാലത്ത് നമുക്ക് കാണാം.